രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായ ഒരു വിധിയാണ് വന്നേക്കുന്നത്. 15-ാം തീയതി വരെ, ഡിസംബർ 15-ാം തീയതിയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതുവരെ ഒരുപക്ഷെ രാഹുലിനെ ആശ്വസിക്കാം. ഒരു കേസിൽ അറസ്റ്റ് ഒഴിവാക്കി അടുത്ത കേസ് എങ്ങനെയാകും എന്നറിയില്ല. ഇതിനിടയ്ക്ക് റെനി ആൻഡ് ജോർജ് ഇന്നലെ രണ്ടുപേർ തന്റെ വീട് മുറ്റത്ത് വന്നിട്ട് രാഹുലിനെ തൊട്ടാൽ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതായത് ഈ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് സെക്കൻഡുകൾക്ക് ശേഷമാണ് റിനിയുടെ ഭാഗത്തു നിന്ന് പോലീസിൽ പരാതിയുമായി ഒരു നീക്കം നടക്കുന്നത്. ഈ രണ്ടാമത്തെ FIR രാഹുലിന് കുരുക്കാകുമോ എന്നുള്ള കാര്യം അറിയില്ല. പലരും രാഹുലിന് തിരിച്ചടി ഉണ്ടാകും എന്ന് കരുതിയിടത്താണ് കോടതി പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഈ കേസ് ഇനി പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് ഒരു അനുകൂലമാകുന്നത്, അല്ലെങ്കിൽ ഇതിൽ ആശ്വസിക്കാൻ എന്തെങ്കിലും വകയുള്ളതായി മെൻസ് അസോസിയേഷന് തോന്നുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, കേരളത്തിലെ വലിയൊരു വിഭാഗം പുരുഷന്മാർക്കും, കേരളത്തിലെ എല്ലാ പുരുഷന്മാർക്കും എന്ന് പറയാം, പുരുഷന്മാർക്കും വലിയൊരു വിഭാഗം സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുലിനെ. അപ്പോൾ അവർക്കും ആശ്വാസവും സന്തോഷവും തരുന്ന ഒരു വാർത്തയാണ് ഈ ഇന്നുണ്ടായിട്ടുള്ളത്. നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്നത്. അറസ്റ്റ് ചെയ്യേണ്ട സാധ്യത ഇല്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞതാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടും എന്നുള്ളത്. ഇപ്പോ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 15-ാം തീയതി പരിഗണിക്കുമ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കും. പിന്നെ നമ്മുടെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്നത് ആ പുള്ളിക്കാരി തരികിട കേസാണ്. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. കാര്യം അദ്ദേഹം ജാമ്യം കിട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതിനു മുമ്പേ വലിയ എന്താ പറയുക, ഒരു പുകമറ സൃഷ്ടിക്കുക, ഇനി ഇദ്ദേഹത്തിന് ജാമ്യം അടുത്ത കേസിൽ കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അവിടെ റിനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിനിയുടെ വിടുവായ്ത്തരം മാത്രം അത് ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. അതിന്റെ പുറകെ കുറെ മാധ്യമങ്ങൾ പോകാനുണ്ടാവും. പിന്നെ അതിന്റെ പുറകെ ചിലപ്പോൾ പോലീസോ സൈബർ സെല്ലോ ഒക്കെ പോയെന്നിരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്തായാലും ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കുവാനും ഞങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കുമുള്ള ഒരു ബലം തന്നിട്ടുണ്ട് കോടതി. അതിന് യാതൊരു മാറ്റമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടി എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന് നീതി കിട്ടിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പീഡിപ്പിച്ചു എന്ന് ആരോപിതനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ ഹൈക്കോടതി പരിഗണന കൊടുത്തിരിക്കുമ്പോ നിലവിൽ ഇവിടെ ഒരു വ്യക്തി ആരുടെയൊക്കെ അതിജീവിതയുടെ പേര് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെളിവുമില്ലാത്തൊരു കേസിൽ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ എത്ര ദിവസമായില്ലേ അദ്ദേഹം ജയിലിൽ കിടന്നിട്ട്? അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹം ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, നിരാഹാരത്തിലാണ്. നിരാഹാര സമരത്തിന് കിടക്കുന്ന ഒരാള് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ ഹോസ്പിറ്റലാക്കും. അപ്പോൾ അങ്ങനെ കഴിയുകയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരട്ട നീതിയാണ് നടപ്പിലാവുന്നത്. കാരണം ചില കോടതികൾ ഭരണപക്ഷത്തെയും മറ്റുള്ള മേഖലയിലുള്ളവരെയും ഫെമിനിസ്റ്റുകളെയും ഒക്കെ മാധ്യമങ്ങളെയും പേടിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം കൊടുക്കാത്തത്. രാഹുലിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് സമൂഹത്തിൽ വരും, ജനരോഷം ഉണ്ടാകും എന്നൊക്കെ എന്താ പറയുക. ചില കോടതികളെ നമ്മൾ വിമർശിക്കേണ്ടി വരും. അതിൽ ചില കോടതികളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ പോരെ? അവർക്ക് ആ കോടതിക്ക് എന്താ പറയുക, തലക്കടിയാണ് ഇപ്പോൾ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഇളവ് കൊടുത്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജാമ്യം കിട്ടും, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകണം. അത്രേ ഉള്ളൂ. അതിലപ്പുറം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ ലോകാവസാനം നടക്കുന്നില്ല. കാരണം പരസ്പര സമ്മതത്തോട് കൂടിയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. തെറ്റുകാരാണെങ്കിൽ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രാഹുൽ ഈശ്വറിനെതിരെ ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഗർഭം ഉണ്ടാക്കിയവൻ പുറത്തും, ഗർഭം ഉണ്ടാക്കാൻ പിന്നെ അതിന്റെ പേരിൽ പിന്നെ നിലപാടെടുത്തവനകത്തും എന്നുള്ള ഒരു തരത്തിലേക്കൊക്കെയാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റ് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല, അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിൽ പിന്നെ രാഹുൽ ഈശ്വറിനോട് അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകരുത്. കാരണം പലരും കേരള പോലീസിന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ മെൻസ് അസോസിയേഷന്റെ നിലപാടിനെ പലപ്പോഴും പലരും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതായത് പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മീഷൻ ആണെങ്കിലും നിങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണ് എപ്പോഴും നിൽക്കുന്നത് ഒരു ചോദ്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടാണ് പല ആളുകളും മെൻസ് അസോസിയേഷനെതിരെ എടുക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോ ഇപ്പൊ ഹൈക്കോടതി വേട്ടക്കാരനെതിരെയാണോ ഇപ്പൊ നിന്നത്?
വേട്ടക്കാരനെ അനുകൂലിച്ചാണോ നിന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണേ. അദ്ദേഹത്തിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കോടതി വേട്ടക്കാരനെ സംരക്ഷിക്കുന്നതാണോ അത്? നയം അതായിരുന്നോ? ഞങ്ങളെ കുറ്റം പറയുമ്പോ ഇതും കൂടി ഒന്ന് നോക്കണം. അപ്പൊ തലയ്ക്ക് വെളിവ് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് സ്ത്രീകൾ പറയുന്നില്ല, അത് ആദ്യം മനസ്സിലാക്കണം. സ്ത്രീകൾ വലിയൊരു വിഭാഗവും സപ്പോർട്ട് ചെയ്യാണ്. ഇന്നലെ രാത്രി 11-12 മണിക്കൊക്കെ എത്രയോ സ്ത്രീകൾ എന്നെ വിളിച്ച് പിന്തുണ തരികയാണ്. എന്നാൽ ഈ പൊട്ടന്മാർക്ക് എന്താ, ഇവന്മാരാണെന്നും പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് ഒന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്? ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്ന് ഞാൻ 10 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പോ രാഹുൽ ഈശ്വർ നമ്മുടെ തന്നെ പ്രോഗ്രാമിൽ പറയുകയും പിന്നീട് അദ്ദേഹം അത് ഏറ്റെടുത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ പുരുഷ കമ്മീഷൻ എന്തിന് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നവന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയൂ? അവർക്കൊക്കെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് പെണ്ണിനെ ദുരുപയോഗം ചെയ്യുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഈ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എല്ലാവരുടെ ഇത് തന്നെയാണ്. ഒരല്പ കുഴപ്പക്കാരവരെല്ലാം. അതാദ്യം കാര്യം, പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒന്ന് സോപ്പിട്ട് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ പലതും നടക്കും. ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിലൊന്നും നല്ല പിള്ളേരെ കിട്ടില്ല, അതാദ്യം മനസ്സിലാക്കണം. നല്ല പെൺകുട്ടികളെ കിട്ടില്ല ഇതിലൊന്നും. അവരൊക്കെ നമ്മളോടൊപ്പം നിൽക്കും. കാരണം അവർക്കറിയാം തെറ്റാരുടെ ഭാഗത്ത്, ശരി ആരുടെ ഭാഗത്ത് സ്ത്രീകൾക്കറിയാം. പക്ഷെ ഈ പൊട്ടന്മാർക്കറിയില്ല. പൊട്ടന്മാരെന്ന് നേരെ പറയും. ഒരു വിഭാഗം പൊട്ടന്മാരുണ്ട്. അവരാണ് ഇപ്പൊ രാഹുൽ ഈശ്വറിനെ ട്രോളുന്നത്. പീഡന വീരൻ പുറത്തും സംരക്ഷിക്കാൻ പോയവൻ അകത്തും. ഇതാണ് ആ ട്രോളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇവർക്കൊന്നും അറിവും വിവരവും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഓരോ പണി കിട്ടുമ്പോൾ മനസ്സിലാവും. ഇവരൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപരിപാടികളിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ച വന്ന് ജയിലിനകത്ത് പോകുമ്പോൾ മനസ്സിലാക്കും. അപ്പൊ ഒരുപാട് പേര് എന്നെ വിളിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ താങ്കളെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ മോശം കമന്റുകൾ ഇട്ടിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വന്നു എന്ന് ഒരുപാട് പുരുഷന്മാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ കൃത്യമായിട്ട് നമ്മളടുത്ത് വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഭൂമി കറങ്ങുകയല്ലേ, കൃത്യമായിട്ട് കറങ്ങി തിരിച്ച് വരും. ഒരു മാറ്റവുമില്ല. ഇനി എന്താണ് രാഹുൽ ഈശ്വർ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ഒരു നിലപാട്? അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾ ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ രാഹുൽ വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കാനോ? രാഹുൽ ഇപ്പോഴും ഒളിത്താവളത്തിലാണ്, പുറത്ത് വന്നിട്ടില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വരും. ഞാൻ പറയുന്നത് അദ്ദേഹം പുറത്തു വരും. അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹം പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പൊ മുൻപ് എങ്ങനെ വീടുകൾ കയറി ഇറങ്ങി പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു എന്നാണ്, വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി അതേപടി തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെ ചെയ്യണം, അദ്ദേഹം ചെയ്യും എന്നാണ്. കാരണം നല്ലൊരു തൻ്റെ ഇടമുള്ളൊരു കരുത്തനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും കരുത്തുറ്റവനായിട്ട് തിരിച്ച് പാലക്കാട് വന്ന് അദ്ദേഹം മണ്ഡലത്തിൽ പ്രവർത്തിക്കും. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതിൽ ആരും, സ്ത്രീകൾ പോലും കുട്ടികൾ പോലും അദ്ദേഹത്തിന് പിന്തുണയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. പിന്നെ കോൺഗ്രസിന് പറ്റിയത് മൊത്തം അബദ്ധങ്ങളാണ്. ഇപ്പോ കോടതി വിധി ഇപ്പോ രാഹുലിന് പ്രതികൂലമായിട്ട് വരും എന്ന് കണ്ടിട്ടാണ് ഇവരങ്ങ് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയത്. അതൊക്കെ തെറ്റായിട്ടുള്ള നയമാണ്. അങ്ങനെ പുറത്താക്കണമെങ്കിൽ ഒരുപാട് പേരെ എല്ലാ പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കുറച്ച് എന്താ പറയാ, ഈ പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ട് ഒരുപാട് പേരെ വിജയിക്കണം. ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ഇപ്പോ മുഖ്യമന്ത്രി കുപ്പായം തച്ചുകൊണ്ട് നടക്കുന്ന എന്താ പറയാ ഒരു 5 പേരോളം ഉണ്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട്. അത് കോൺഗ്രസിന്റെ ശാപമാണ്. അങ്ങനെ എല്ലാവരും മുഖ്യമന്ത്രി ആകാൻ നിൽക്കുമ്പോൾ ഭരണം കിട്ടാൻ ചാൻസ് ഇല്ല. അടുത്ത് വീണ്ടും പിണറായി ഭരണത്തിലേക്ക് പോകും. അതാണ് കാര്യം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പാരകൾ പണിയും, വോട്ടുകൾ മറിക്കും. ആരും വിജയിക്കുന്നതിനോട് താല്പര്യമില്ല, മുഖ്യമന്ത്രി ആവുന്നതിനോട് താല്പര്യമില്ല. ഇതാണ് കാരണം. അതുകൊണ്ട് കോൺഗ്രസിന് പറ്റിയത് മൊത്തം അബദ്ധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പൊ കുറച്ച് അയാളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മലമറിക്കുന്നത് കിട്ടും. വി ഡി സതീശനിലെ ഇവരെ ഒക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വി ഡി സതീശന് ഫുൾ സപ്പോർട്ട് കൊടുത്ത വ്യക്തിയല്ലേ രാഹുൽ മാങ്കൂട്ടം. എന്നിട്ട് അദ്ദേഹത്തിന് തള്ളിപ്പറഞ്ഞതോടുകൂടി ഒരുപാട് സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇനി അത് മാത്രമല്ല, ഇനി ഇലക്ഷൻ അദ്ദേഹം ഈ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാം ആരെങ്ങനെ പോകും, ഏതൊക്കെ രീതിയിൽ വരുമെന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിരിക്കും, ഒരു മാറ്റവും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ ഇപ്പോൾ മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. മാറി നിന്നത് ഒന്നും തെറ്റല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ശക്തമായിട്ട് വരും. അദ്ദേഹം പ്രവർത്തനങ്ങൾ തുടങ്ങണം. പാർട്ടി നിർത്തിയില്ലെങ്കിൽ അടുത്ത നിയമസഭയിൽ
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി. ഓക്കെ, താങ്ക്സ്.